അപ്പോൾ ദേ നമ്മുടെ ബ്യൂട്ടിഫുൾ ദുബായ് ബേബി. എന്ത് രസതേ നിൽക്കുന്നത് ബുർജ് ഖലീഫ. ഓഫ്, എത്ര കണ്ടാലും മതി വരില്ല ഈ ദുബായിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എപ്പോഴും ഒരു പുതിയ ഫീലാണ്. ബ്യൂട്ടിഫുൾ, ലുക്ക് അറ്റ് ദ സ്പെക്ടാക്കുലർ. Oh, spectacular. Beautiful. Welcome to the spectacular business bay, guys. ചില ദിവസങ്ങളിൽ ഈവനിങ് ആകുമ്പോൾ, എസ്പെഷ്യലി വിൻ്ററിൽ, നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞു കീ എടുക്കുക, താഴെ പാർക്കിങ്ങിൽ വരിക, ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക, അതെടുത്തൊന്ന് പുറത്ത് പോവുക. പിന്നെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നോർമൽ ഇടുന്ന ഗ്ലൗസ് അല്ല, ഇതാണ് നമ്മളിവിടെ വാങ്ങിയ കുറേ കാലം യൂസ് ചെയ്തൊരു ഗ്ലൗസ്. പക്ഷേ ഇത് മറ്റേതിൻ്റെ അത്ര തിക്കല്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇന്ന് കുറച്ച് കംഫി ആയിട്ട് പോകാം. ഇന്ന് നമ്മൾ പോകുന്നത് ബിസിനസ് ബേ. നാളെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് അവിടെ ജമ്പ് ചെയ്ത് വെക്കില്ല. ഒരു ചെറിയ ഓഫ് റോഡ് പരീക്ഷണം. ലെറ്റ്സ് ഡു ദാറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ലെറ്റ്സ് ഡു ദിസ്. ലെറ്റ്സ് ഗോ ടു ബിസിനസ് ബേ. പോം റെഡി? ദാറ്റ് ഫെൽറ്റ് ഗുഡ്. എനിവേയ്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ബിസിനസ് ബേയിലൊന്ന് പോകണം. പക്ഷേ കുറച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ടെന്ന്. വെരി എക്സൈറ്റിംഗ് ടൈംസ് അഹെഡ്. ലെറ്റ്സ് ഗോ ബോയ്സ്. നമ്മൾ വീഡിയോ ക്വാളിറ്റി ഡീലോഗ് ആക്കാൻ മറന്നുപോയല്ലോ. പൊടിയുണ്ട് പുറത്ത്. വെൽക്കം ബാക്ക്. ലെറ്റ്സ് ഡു ദിസ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു മടിയാണ്, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി എടുത്തണല്ലോ. മറ്റേ സൂപ്പർമാന് ഷർട്ട് അഴിച്ച്, ഷർട്ടിൻ്റെ നോർമൽ എന്താ പറയുക, സൂപ്പർമാൻ്റെ ക്ലാർക്ക്, എന്ത് ക്ലാർക്കായിരുന്നു ആ ക്ലാർക്ക്, നോർമൽ ഷർട്ട് അഴിച്ച് സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂമിൽ കയറുമ്പോഴുള്ള ആ ഒരു ഫീൽഡില്ല, അതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് ബിസിനസ് ബേ. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് വെനസ്ഡേ കഴിഞ്ഞ് നമ്മൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് നമ്മൾ പോയിട്ട് ബെയർ 650, റോയൽ എൻഫീൽഡിൽ ബെയർ 650 എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വിഷ്ണുവും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരാൾ ബെയർ 650, അത് ഞാൻ ബെയർ 650യും വിഷ്ണു ഇതും ഹിമാലയൻ 450 എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു റൈഡ് സൺഡേ മോർണിംഗൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോകുന്നത് നമ്മൾ സൺഡേ മോർണിംഗ് നമ്മുടെ ഷാർജയിലെ ഒരു എന്താ പറയുക, അതിനൊരു സ്ഥലത്തിന് വരെ മറന്നുപോയി. ഷാർജയിൽ ഒരു ചെറിയ ഓഫ് റോഡ് ഉണ്ട്. കാരണം നമ്മുടെ ബെയർ 650 എത്രത്തോളം നമുക്ക് ഓഫ് റോഡിന് കേപ്പബിളാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞു ഓഫ് റോഡ്, അധികമായിട്ട് നമ്മൾ ഓഫ് റോഡ് പോകുന്നില്ല. ഹിമാലയൻ ആണെങ്കിൽ കുറച്ചുകൂടെ പുഷ് ചെയ്യായിരുന്നു, പക്ഷേ ബെയർ 650 പക്ക ഓഫ് റോഡ് വണ്ടിയല്ല, സ്ക്രാംബ്ലറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു ഓഫ് റോഡ് ട്രൈ ചെയ്യാം. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേറെ ഒരു പ്ലാനും കൂടെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു ടെസ്റ്റാണ്. അതോടെ നമ്മൾ കഴിഞ്ഞ ഹിമാലയൻ്റെ വീഡിയോ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ബെയർ 650യുടെ വീഡിയോ അടുത്ത ആഴ്ച ഇറങ്ങുന്നതാണ്. അതും കഴിഞ്ഞിട്ട് വരാനുള്ള വണ്ടിയാണ് GSXR 1000 ആണെന്ന് തോന്നുന്നു. അതെ, 1000. നമ്മുടെ ജോർജ് ബ്രോനെ എത്ര പേർക്ക് ഇതിൽ അറിയുന്നറിയില്ല. UAE-ലുള്ളവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകും. ഡോഡ്ജിൻ്റെ വണ്ടിയിലുള്ളവർക്ക്, ഡോഡ്ജ് ക്ലബ്ബിൽ UAE ഡോഡ്ജ് ക്ലബ്ബ് UAE അങ്ങനെ എന്തോ ഉണ്ട്. അതിലുള്ള ജോഷ് മോപ്പറി എന്നാണ് ആശാൻ്റെ ഇൻസ്റ്റഗ്രാം, ഞാനിവിടെ ഇടാം. അപ്പോൾ ജോർജിൻ്റെ ഒരു സുസുക്കിയുടെ GSXR ഉണ്ട്. അപ്പോൾ അത് ജോർജ് ഒരു 3-4 ദിവസത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എടുത്തുകൊണ്ട് വരണം അടുത്ത ആഴ്ച. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു വീഡിയോ അത് സെറ്റ് ചെയ്യണം, ജസ്റ്റ് ഒരു റൈഡിങ് എക്സ്പീരിയൻസ് സെറ്റ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വണ്ടി ഏതാണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. കാരണം മിക്കവാറും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇത് വരും, നാഷണൽ ഡേ വരാറാവും. അപ്പോൾ നാഷണൽ ഡേക്ക് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ കൂടെ നോർമലി നാഷണൽ ഡേക്ക് എല്ലാ ബ്രാൻഡുകളുടെ റൈഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളത് റോയൽ എൻഫീൽഡിൻ്റെ കൂടെ റൈഡ് ചെയ്യാന്നുള്ള പ്ലാൻ ഞാനവിടെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ആവണമെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ കൂടെ സൂപ്പർ മെറ്റിയോർ എടുത്തിട്ട് നമുക്ക് ആ റൈഡിന് പോകാം. അതാകുമ്പോൾ നമുക്ക് സൂപ്പർ മെറ്റിയോറും നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ മുന്നിൽ നമുക്ക് വരാനുള്ള വണ്ടികൾ, ഒന്ന് ബെയർ 650, പിന്നെ സുസുക്കി GSXR. സ്പോർട്സ് വണ്ടി ഞാൻ ചെയ്യണ്ട എന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ ആക്സസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് എന്തായാലും അതൊന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ മെറ്റിയോർ. നമ്മൾ ഏറ്റവും കൂടുതൽ മിക്കവാറും സ്പോർട്സ് വണ്ടി അധികം ഇതിൽ ചെയ്യണ്ടാവില്ല നമ്മുടെ ചാനൽ.
കൂടുതലായിട്ടും അഡ്വഞ്ചറും ക്രൂസറും സ്പോർട്സ് ക്രൂസർ ഇങ്ങനെയുള്ള വണ്ടികളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ വരുന്നത്. എന്തായാലും നോക്കാം. അതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. കഴിഞ്ഞ 2-3 വീഡിയോ, എസ്പെഷ്യലി ഹിമാലയൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് വ്യൂസ് കയറി. അപ്പോൾ എല്ലാവർക്കും അത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മളെ റിവ്യൂ വീഡിയോസിൻ്റെ ഇത് ഞാൻ ആദ്യം എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്പേഴ്സും അതിൻ്റെ കാറ്റലോഗ്, അതിൻ്റെ ബ്രോഷർ വായിക്കുന്ന പോലെയുള്ള ഒരു സംഗതി നമ്മുടെ വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത്ര ന്യൂട്ടൺ ടോർക്ക്, ഇത്ര ഇഞ്ച് റിമ്മ് പിന്നെ കുറേയൊക്കെ പിന്നെയും റെലവൻ്റ് ആണ്. പക്ഷേ എന്നാലും കുറേ നമ്പറുകൾ കുത്തിക്കയറ്റുള്ള ഒരു റിവ്യൂ നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട. അതിന് മാത്രം പറയാനുള്ള വിവരം എനിക്കില്ല. അതുകൊണ്ട് വല്ല മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെടുത്തിട്ട് എന്നെ ട്രോളും. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുക്കുന്നില്ല. ഒരു മിനിറ്റ് ബാക്കിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ഗോ. ആ റിസ്ക് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മാക്സിമം ഇതാണ്, നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂസേജ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഷാർജയിലോട്ടുള്ള ട്രാഫിക് നോക്കി, എൻ്റെ അമ്മേ. നമുക്കെന്തായാലും ഇത് ഫുള്ള് കൊണ്ടുപോകണം. നേരെ ചെന്ന് നമ്മൾ അടുത്ത ബ്രിഡ്ജ് താഴോട്ട് ഇറങ്ങാനുള്ളൂ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ലെറ്റ്സ് ഗോ. ഞാൻ ക്ലച്ച് മിസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഹിമാലയൻ ഓടിച്ചതിൻ്റെ ഒരു ഇതിപ്പോഴും ആകെ ഒരു ദിവസം ഹിമാലയൻ ഓടിച്ചുള്ളൂ. അപ്പോഴേക്കും ആ ക്ലച്ചിൻ്റെ സാധനം കൈ തന്നെ ക്ലച്ച് ഇങ്ങനെ അമുക്കാൻ പോകുന്നു. അമുക്കാൻ പിടിച്ചാലോ സൈഡിൽ കൂടെ. നമുക്ക് അടുത്ത ടാർഗറ്റ് നമ്മുടെ എന്താ പറയുക, ഓഫ് റോഡാണ്. നമുക്ക് ഓഫ് റോഡ് ഒന്ന് സെറ്റ് ചെയ്യണം. മെയിൻലി ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വീലിരിക്കുന്നത്, നമ്മുടെ ടയർ ഇരിക്കുന്നത് റോഡ് ടയേഴ്സാണ്. അത് പ്രോപ്പർ റോഡ് ടയേഴ്സാണ്. പിറലി സ്കോർപ്പിയൻ ഇതാണ് നമ്മൾ 2 ടയറും ഫ്രണ്ടും ബാക്കും ഉള്ളത്. ഇതിൻ്റെ ഒരു ഓഫ് റോഡ് ടയേഴ്സ് എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്, കാറിൽ. ഞാൻ ഇതിൻ്റെ ഊരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി ടയർ മാറ്റുന്നതിന് മുന്നേ ഇതിൽ ഓഫ് റോഡ് ടയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ടയർ ഷോപ്പിൽ പോയി ഇതങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് അത് വെച്ചിട്ട്, അതൊരു നല്ല പോയിൻ്റാണല്ലോ. അത് മാറ്റിയിട്ട് റിന്യൂവൽ ആകുമ്പോൾ തിരിച്ച് ഇതിന് ഇട്ടാൽ മതിയല്ലോ. ഓഫ് റോഡിൽ പോകുമ്പോൾ ആ ടയറിടാം. പക്ഷേ അതിനൊക്കെ എനിക്ക് ലേബർ ചാർജ് 10-200 ദിർഹംസ് വരും. അതാണ് ടയറൊന്ന് മാറ്റിയിടാൻ. കാരണം നമുക്ക് ടയർ മാറ്റിയിടുമ്പോൾ നമ്മുടെ ടയറിൽ എയർ ഫില്ല് ചെയ്യുന്നതിൻ്റെ അതൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ആ എയർ ഫില്ല് ചെയ്യുന്ന ആ സുനപ്പിക്ക് എന്താ പറയുക, ആർക്കെങ്കിലും അറിയാം എന്താ അതിന് പറയുക? അതിന് നമ്മൾ പണ്ട് വാൾ ട്യൂബ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. കാരണം അത് നമ്മുടെ ഉള്ളത് സ്ട്രെയിറ്റ് സാധനമാണ്. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ റിമ്മിൻ്റെ ഇടയിൽ കൂടെ ഈ എയർ ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ സാധനം കയറുന്നില്ല. അപ്പോൾ നമുക്കത് റൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ മോട്ടോ ഹബിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മാത്രമായിട്ട് ചേഞ്ച് ചെയ്തൊരു സംഖ്യ വരും. അപ്പോൾ അതിലും നല്ലത് ടയർ എപ്പോൾ മാറുന്നോ അതിന് കൂടെ നൈസായിട്ട് ഇതങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലേബർ ചാർജിലെല്ലാം പോകും. അതാണ് നമ്മൾ മോട്ടോ ഹബിൽ നിന്ന് നമ്മുടെ സാബിക് ആശാൻ പറഞ്ഞത്. ഇത് എപ്പോൾ തീരും ട്രാഫിക്? നമുക്ക് സൈഡിൽ കൂടെ മെല്ലെ പിടിച്ചാലോ? സോറി ബട്ട് ഐ ഹാവ് ടു ഗോ. താങ്ക് യു. ട്രാഫിക് ബേബി. അതും ഇതൊരുമാതിരി ട്രാഫിക് അല്ലേ? ബസ്സുകാരാ പ്ലീസ്. താങ്ക് യു ഗൈസ്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. WWE സ്റ്റൈൽ, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇങ്ങനെ ഫിൽട്ടർ ചെയ്തു, പക്ഷേ ഗതികേട് കൊണ്ട് ചെയ്തു പോവാണ്. ആരും എന്നെ കംപ്ലയിൻറ്റ് ചെയ്യരുത് പ്ലീസ്. കാരണം നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രണ്ടും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് സ്നിപ്പറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമെന്ന് അറിയില്ല. ഒരു ബിസിനസ് വേയിൽ ഒരു ഗിറ്റാർ സ്റ്റോർ ഉണ്ട്, guitarstore.ae. എനിക്കവിടെ ബ്രാൻഡ് കൊളാബിളാണ്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിന് ആ സ്റ്റോറിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നമ്മൾ പിന്നെ റൈഡേഴ്സിൻ്റെ ഒരു മൈൻഡ് അറിയാലോ, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുക. ബൈക്കും കൊണ്ട് ഇറങ്ങാനുള്ള എന്ത് റീസൺ കിട്ടുന്നോ അപ്പോൾ ഞാൻ വരാം, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ് നേരെ വണ്ടി എടുത്ത് ഇറങ്ങാം. അതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഗതി. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നും സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, റീസൺ ആയല്ലോ, കാർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആകെ ഞാൻ മാത്രം പോയാൽ മതി, വേറെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഈ റൈഡ് ഉണ്ടായത്. ഓ ക്ലോസ്. താങ്ക് യു. ഓഹോ ട്രാഫിക് ബേബി. ഇതും കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതും കൊണ്ട് ഓഫ് റോഡ് പോയി ഇങ്ങനെ കളിക്കാനിങ്ങനെ മുട്ടി നിൽക്കുമോ സത്യം പറഞ്ഞാൽ ഈടായിട്ട്. നമ്മുടെ വിഷ്ണു ബ്രോ ഓഫ് റോഡിൻ്റെ ആശാനാ. അപ്പോൾ അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ കുറച്ച് സ്നിപ്പറ്റ്സ് കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിറ്റാർ സ്റ്റോർ, അത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെവൻ ഫോർ ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിനോട് താല്പര്യമുള്ള ആളുകൾ, ഗിറ്റാർ ബ്രാൻഡുകളോട് താല്പര്യമുള്ളതാണെങ്കിൽ ഇറ്റ്സ് എ ഹെവൻ. കാരണം ഒരുവിധം എല്ലാ റേഞ്ചിലും ഗിറ്റാറുകളുണ്ട്. അതായത് ഒരു 1000-2000 ദിർഹംസിൽ അങ്ങ് തുടങ്ങിയിട്ട് ഏകദേശം 80,000 1,00,000 ദിർഹംസ് വരെയുള്ള ഗിറ്റാറുകളുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ അവർ വളരെ നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി, നല്ല കണക്ഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഈ 1,00,000 ദിർഹംസിൻ്റെ ഗിറ്റാറൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് പ്ലേ ചെയ്യാം.
ഇതൊന്നും ഇപ്പോൾ വേറെ എവിടെയും കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ. നമുക്കിപ്പോൾ കാശ് കൊടുത്ത് 1 ലക്ഷത്തിന് ഒരു ഗിറ്റാർ വാങ്ങി പ്ലേ ചെയ്യാനുള്ള ആസ്തിയൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് സാധനം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തിട്ട് അവിടെ ഇരുന്ന് പ്ലേ ചെയ്ത് അവിടെ ഇരുന്ന് ഗിറ്റാർ വായിച്ച് ചില്ല് ചെയ്ത് സംസാരിച്ച് ഒരു മ്യൂസിക് എന്താ പറയുക, ഒരു മ്യൂസിക് ക്യാച്ചപ്പ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ അജണ്ട. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്പീഡ് ക്യാം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ബൈക്കിന് കേട്ടോ. നമ്മൾ അന്ന് ഏത് റൈഡിനായിരുന്നു, നമ്മൾ JVC വഴി വന്ന ഹെസ്സ സ്ട്രീറ്റിൽ നിന്ന് ഒരു ഫൈൻ കിട്ടിയോ എന്ന് നല്ല ഡൗട്ടുണ്ട്. അന്ന് ആരെയോ ഫോളോ ചെയ്ത് വന്നായിരുന്നു, ആരെ കൂടെ ആയിരുന്നു അത്? അപ്പോൾ എന്തായാലും ഗൈസ് കൂടുതൽ വലിച്ചു നിന്നാൽ നമ്മൾ നേരെ ഇവിടേക്ക് നീങ്ങാം, നമ്മുടെ ബിസിനസ് ബേക്ക് നീങ്ങാം. കാരണം ബിസിനസ് ബേ നമ്മൾ പോകുന്ന സ്ഥലം നല്ല രസമുള്ളൊരു ഏരിയ, ബേ സ്ക്വയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബേ സ്ക്വയറിൻ്റെ ആ ഒരു എനിക്ക് ആ പോകുന്ന റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡേ ടൈം പൊളിയാണ് അത് കാണാൻ, നൈറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അവിടെ നല്ല രസമുള്ള കുറച്ച് ബിൽഡിങ്ങുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഐ വിൽ സീ യു ഗൈസ് ഇൻ ബിസിനസ് ബേ. ലെറ്റ്സ് ഗോ. അപ്പോൾ ദേ നമ്മുടെ ബ്യൂട്ടിഫുൾ ദുബായ് ബേബി, എന്ത് രസം. ദേ നിൽക്കുന്നത് ബുർജ് ഖലീഫ. ഓഫ്, ഡൗൺ ടൗൺ ആണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്, ബിസിനസ് ബേ ആൻഡ് ഡൗൺ ടൗൺ. എസെൻഷ്യലി രണ്ടും അപ്പുറം ഇപ്പുറമാണെന്നുള്ളൂ. എത്ര കണ്ടാലും മതി വരില്ല ഈ ദുബായിയുടെ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എപ്പോഴും ഒരു പുതിയ ഫീലാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു പഞ്ച് പോയി. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ, നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ? എനിക്കിത് എപ്പോഴും കാണുമ്പോൾ ഒരു രസമാണ്, ഒരു എനർജിയാണ്, എന്തോ ഒരു മനസ്സുഖം. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫോട്ടോ വേണമെങ്കിൽ ഇതിലിടാം. കഴിഞ്ഞ ദിവസമല്ല, ഇന്ന് ഞങ്ങളുടെ ഒരു ബോയ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ പണ്ട് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പൊക്കെ പോകാൻ. ബ്യൂട്ടിഫുൾ, ലുക്ക് അറ്റ് ദ സ്പെക്ടാക്കുലർ. നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നു, ഞാൻ കഥകൾ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഗ്രൂപ്പിൽ പഴയ കോളേജത്തെ ഫോട്ടോസ് ഇട്ടുണ്ട്. അപ്പോൾ പണ്ട് എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് പൾസർ 220 ആയിരുന്നു. പൾസർ 220F ബ്ലൂ കളർ. അതാ കറക്റ്റ് പൾസർ 220 ഇറങ്ങിയ സമയത്ത് വൻ ഹൈപ്പിൽ ഇറങ്ങിയതായിരുന്നു ആദ്യത്തെ മോഡൽ. ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു ഹൈപ്പിലെടുത്ത് ഐ ലവ്ഡ് ദാറ്റ് ബൈക്ക്. അതെന്ന് പറഞ്ഞാൽ ഐ എൻജോയ്ഡ് എവറി സെക്കൻഡ് ഓഫ് ഇറ്റ്. അത് റൈഡ് ചെയ്താൽ അതിൽ ഫസ്റ്റ് ഞാൻ എടുത്ത ആദ്യത്തെ ആഴ്ച തന്നെ ആക്സിഡൻ്റ് ആയി. ഞാൻ പോയി എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുത്തിയെ കൊണ്ട് ഇടിച്ച്. അവൾ പെട്ടെന്ന് ഫ്രണ്ടിൽ ചാടി, അവളെ നടുവിന് കൊണ്ട് ഇടിച്ച്, എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും വന്നില്ല. എനിവേസ്, അപ്പോൾ ആ വണ്ടി ഞാൻ എടുത്തിട്ട് ബ്ലൂ വണ്ടി എടുത്ത് എന്നിട്ട് മലപ്പുറത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ്ലി വൈസർ മൊത്തം ചേഞ്ച് ചെയ്ത് ഫ്രണ്ട് മൊത്തം R15 ഇതാക്കി, രണ്ടാമത് പെയിൻറ്റ് അന്നല്ല, ഞാൻ റാപ്പ് ചെയ്താന്ന് തോന്നുന്നു. അതെ, റാപ്പ് ചെയ്ത് വണ്ടി റെഡ് ആൻഡ് വൈറ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോ ഞാൻ ഇതിലിടാം. പണ്ട് ഇത് ഏത് സമയത്തോ 2010 തോന്നുന്നു, അല്ല 2010 ഈ കന്നന്തിരികളൊക്കെ കാണിച്ചതാണ്. പക്ഷേ അന്നത്തെ ബൈക്ക് ജീവിതം ഉണ്ടല്ലോ, അതൊരു രസം. നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ബൈക്ക് ജീവിതം ഉണ്ടല്ലോ, ഇതൊരു രസമായിരുന്നു എന്ന് പറയുക. ഐ മിസ് ഇറ്റ്. ഇതുണ്ട് ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ്. മാമ ഷെൽട്ടർ ഇപ്പോൾ അടുത്ത് എന്തൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു, ഞാനത് പോയും ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ് ബേയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ കാണാം. പാരഗൺ, നമുക്കറിയുന്ന പാരഗൺ ബിരിയാണി. നമുക്ക് ഏകദേശം റൂട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ കുറച്ചായി, ആഴ്ചകളായി. പക്ഷെ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു റൂട്ട് നമ്മളെ മൈൻഡിലുണ്ട്, അത് തെറ്റില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. എപ്പോഴെങ്കിലും ഒരു ഇത് തെറ്റി എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് മാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കും. പക്ഷേ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞ പോലെ മാപ്പ് ഇല്ലാതെ ഓടിക്കാൻ പഠിച്ചാൽ അതൊരു രസമാണ്. നമ്മൾ പ്രസൻ്റ് ആയിരിക്കും, എവിടേക്കൂടെ ഓടിക്കുന്നു എന്നുള്ളത് നമ്മുടെ മൈൻഡ് പ്രസൻ്റ് ആയിരിക്കും. മറ്റേത് നമ്മളൊരു വര ഫോളോ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ഇതറിയില്ല, എന്താണ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ നോക്കുന്നില്ല, ബോർഡുകൾ നോക്കുന്നില്ല, ഇതൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫോണിലെ ഒരു വര ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. തണുത്ത കാറ്റ്, ബ്യൂട്ടിഫുൾ. ഇവിടെ ടിൻറ്റഡ് വൈസർ ഇട്ടാൽ കാണുമോ? കുഴപ്പമില്ല, പക്ഷെ വേണ്ട, റിസ്ക്കാണ്. രാത്രി വെറുതെ ടിൻറ്റഡ് വൈസറാണ്. ഇതേ ഹൈദർ എന്നുള്ളതിൻ്റെ 6 കളഞ്ഞ് അവർ ഹൈഡ് എന്നാക്കി. ബ്ലാഡി ഫൂൾസ്. എൻ്റെ ഫുൾ നെയിം കൊടുക്കാൻ ഞാൻ കോപ്പിറൈറ്റ് ഞാൻ സമ്മതിച്ചില്ല. അവരോട് പറഞ്ഞു സമ്മതിക്കില്ല മക്കളെ, തരില്ല എൻ്റെ പേര് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ 6 ഒഴിവാക്കിക്കോളാം. എന്താ ചെയ്യുക? കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കാണാൻ എന്ത് രസമല്ലേ, ലൈറ്റൊക്കെ വെച്ചിട്ട്. ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ബ്യൂട്ടി. ആ ദൂരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അതിലൂടെ നമുക്ക് പോകേണ്ടത്.
വഴി തെറ്റാതിരിക്കട്ടെ. നേരെ പോയിട്ട് ഒരു റൈറ്റൊക്കെ എടുക്കാനുണ്ട് എൻ്റെ ഓർമ്മയിൽ. പോയി നോക്കാം. വെൽക്കം ടു ദ സ്പെക്ടാക്കുലർ ബിസിനസ് ബേ ഗായ്സ്. ബിസിനസ് ബേ കൂടെ മോനെ മക്കളെ രാത്രി റൈഡ് ചെയ്യണം. ഇതുപോലെ മെല്ലെ ചില്ലായിട്ട് അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ബിസിനസ് ബേ. ഡൗൺ ടൗൺ ഞാൻ വല്ലാണ്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഡൗൺ ടൗൺ ട്രാഫിക്കും ഒരുമാതിരി ഫ്രസ്ട്രേഷനാണ്. പക്ഷേ ബിസിനസ് ബേ പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറിയിട്ടൊന്നുമില്ലല്ലോ. എനിക്കൊരു ചെറിയ ഡൗട്ട്. ലെറ്റ്സ് സീ. ബിസിനസ് ബേ പിന്നെ ഈശ്വര ഇല്ല മാറിയില്ല. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ചില്ല് ചെയ്ത് രാത്രി നല്ല വ്യൂ ചെയ്ത് ചെയ്യാൻ പറ്റിയ റൈഡുകളാണ് ബിസിനസ് ബേ. ഈ ഏരിയ ബിസിനസ് ബേയിൽ ഏത് ഏരിയയും ബിസിനസ് ബേ, അതുപോലെ പിന്നെ മറീന അല്ല, സ്പെഷ്യലി ജെ ബി ആർ ട്രാഫിക്കാണ്, പക്ഷെ എന്നാലും ഒരു രസമാണ്. അത് വേറൊരു ടൈപ്പ് വൈബാണ് അവിടെ. പിന്നെ ഏതാ അങ്ങനത്തെ രസമുള്ളൂ? പാം അങ്ങനെ ഭയങ്കര സ്പെക്ടാക്കുലറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാം അങ്ങനെ, അതായത് നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നല്ല രസമുള്ള ബിൽഡിങ്ങുകളും ഇങ്ങനെയൊക്കെ വേണം. പാം കുറച്ച് രസങ്ങളുള്ള ബിൽഡിങ്ങുകളുണ്ട്, ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഇത് കണ്ടോ എന്ത് രസം നോക്കിയേ. ബ്യൂട്ടിഫുൾ ബേബി. എന്ത് രസമാണോ. ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ ടു കം ഫോർ എ റൈഡ്. പക്ഷെ ഒരേ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേ ഉള്ളൂ. നമ്മൾ വഴി തെറ്റിയിട്ടില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാവില്ല. പോയി നോക്കാം. നമ്മുടെ ഡാബ്ജി പറയുന്നത് പോയി നോക്കാം. ആ ബിൽഡിംഗ് ഒക്കെ എന്ത് രസമാണ്. ലൈറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ദ കീ ഈസ് ഇൻ ദ ലൈറ്റിങ്ങിലാണ് സകലമാന ട്രിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് അടുത്ത റൈറ്റ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് വണ്ടി സൈഡാക്കി മാപ്പ് നോക്കാനുള്ള മൂഡില്ല. അതുകൊണ്ടാണ് ഈ ജീലി എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് ഉണ്ട്. ഗീലിയാണോ ഈ ബ്രാൻഡിൻ്റെ പ്രിഫേസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. നല്ല രസം. അതിൻ്റെ സ്ക്രീനിൽ ഫോട്ടോ കൊടുക്കാം. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. ഒരു വോൾവോ ഫീലിംഗ് ഉണ്ടോ വണ്ടി. നമ്മുടെ വഴി ഞാൻ തെറ്റിച്ചോ? ഇല്ല മറാസി ഡ്രൈവ് സ്ട്രെയിറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. മാപ്പില്ലാതെ ഓടിക്കാൻ പഠിച്ചാലുള്ള ഗുണം. ഏകദേശം ഒരു ഐഡിയ കിട്ടും. മറാസി ഡ്രൈവിക്കാണോ നമുക്ക് പോകാൻ? മറാസി ഡ്രൈവിക്ക് തന്നെയാണോ പോകാനുള്ളത്? മറാസി ഡ്രൈവ് ബ്ലാക്ക് സ്മിത്ത് അല്ലേ മറാസി ഡ്രൈവിൽ? ബേ സ്ക്വയർ ആണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ ബേ സ്ക്വയർ മറാസി ഡ്രൈവ് തന്നെയാണ് തോന്നുന്നു. പോയി നോക്കാം. മിക്കവാറും നമുക്കൊന്ന് മാപ്പ് നോക്കേണ്ടി വരും. റെഡാണ് അവിടെ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് നൈസായിട്ട് പെട്ടെന്ന് മാപ്പ് നോക്കിയേക്കാം. കറക്റ്റാ. സ്ട്രെയിറ്റ് ഓൾ ദ വേ. അതെ, മറാസി ഡ്രൈവ് തന്നെ കറക്റ്റാ. ആരത്? അയാൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മാറേണ്ടി വരും. ബാക്കിലുള്ള വണ്ടി എന്ത് ചെയ്യുന്നത്? ഇനി അവിടെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ്. ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ സാലിക്ക് ഇപ്പോൾ ഒരുവിധ സ്ഥലത്തെല്ലാം സാലിക്കിൻ്റെ സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ. ഇയാളൊന്ന് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത ബാക്കിലത്തെ ബൈക്കുകാരന് പോയി. അയാൾ ഫ്രണ്ടിൽ ഇടുന്നില്ല. ഒന്നുകിൽ അയാൾ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ അയാൾക്ക് പോകാൻ താല്പര്യമില്ല. ഗ്രീനായി പോട്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും റെഡ് ആവില്ല. ഇതിന് സൈഡിൽ കൂടെ കയറ്റിങ്ങ് പോയാൽ മതിയായിരുന്നു. ഫോർ എ സെക്കൻഡ് ഐ ഫോർഗോട്ട് വി ആർ ഡ്രൈവിങ് എ ബൈക്ക്. എനിക്ക് കോളും വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടായിരിക്കും മിക്കവാറും. ലെറ്റ്സ് ഗോ ഹബീബി, ലെറ്റ്സ് ഗോ. ഇതെല്ലാം റൈറ്റിലോട്ടുള്ള ട്രാഫിക്കാണ്. കോപ്പ്. വൈ ഡിഡ് ഐ വെയിറ്റ് മാൻ? ഓ 60 ആണോ സ്പീഡ്? ഇതേ കണ്ടോ, ആ ബിൽഡിംഗ് ആണ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു ബിൽഡിംഗ്. എന്ത് രസമാണ് കാണാൻ. ഓ സ്പെക്ടാക്കുലർ, ബ്യൂട്ടിഫുൾ. നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞ് എന്ത് രസമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് റൈറ്റിലൂടെ പോകണം. അപ്പോൾ നമുക്ക് റൈറ്റ് ലൈൻ പിടിക്കാം, നേരെ പാർക്കിങ്ങിലേക്ക് ഇറങ്ങാം. ടു ദ പാർക്കിംഗ് ബേ സ്ക്വയർ. ഇതാണ് നമുക്ക് എത്താനുള്ളത്. ഈ ലൈൻ പിടിച്ചാൽ അവിടെ നിന്ന് കവച്ച് വെച്ചാൽ മതിയോ, അതോ ഇപ്പോൾ തന്നെ റൈറ്റ് പിടിക്കണോ? വേണ്ട, ഇപ്പോൾ തന്നെ റൈറ്റ് പിടിക്കണ്ട. അവിടെ നിന്ന് വല്ല നൈസായിട്ട് റൈറ്റിക്ക് തട്ടാം. ജഞ്ചക്ക്. ഇനി മെല്ലെ നൈസായിട്ട് നമുക്ക് റൈറ്റ് പോകണം. ഇനി നിങ്ങളൊന്ന് മാറി തന്നാൽ നമുക്ക് നല്ല സൈഡിൽ കൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ളത്. നമുക്ക് മേലെ ഫ്രണ്ടിലൊരു റൗണ്ട് അബൌട്ട് ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണ്ട. നേരെ പോയി ബുർജ് ഖലീഫ സ്ട്രീറ്റ്, ലെഫ്റ്റ് സൈഡിൽ മറാസി ഡ്രൈവ്. അവിടെയാണ് നമ്മുടെ ഞാൻ തേഴ്സ്ഡേ പെർഫോം ചെയ്യുന്ന വെന്യൂ. റൈറ്റിക്ക് പോയ അൽ അസായിൽ സ്ട്രീറ്റിൽ എന്താണുള്ളത്? എൻ്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല.
പ്ലീസ് ഒരു ഗ്യാപ്പ് തരൂ, ഐ എം ലേറ്റ്. അവന്മാർ പോകുന്ന പോലെ ഇടയിൽ കൂടെ അങ്ങനെ കയറ്റി പോയാലോ? വേണ്ട, ഈ സൈഡിൽ കൂടെ പോവാട്ടോ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അങ്ങനെ പോകാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അഡ്വഞ്ചർ ബൈക്കൊക്കെ പോലെ ഫ്രണ്ടൊക്കെ പൊക്കിയത് ഈ സൈഡിൽ കൂടെ ഒക്കെ കയറ്റി നമ്മൾ അക്രമാസക്തമാകാൻ പാടില്ല. ഈ ഗ്ലൗസ് ഞാൻ ഐ ഫൊഗോട്ട് ഹൗ കംഫർട്ടബിൾ ദിസ് ഇസ്. ഗ്ലൗസ് നല്ല കംഫർട്ടബിൾ ആട്ടെ ഗ്ലൗസ്. മറ്റേത് ഭയങ്കര സ്റ്റിഫ് ആയതുകൊണ്ട് ആ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. ദിസ് ഇസ് ഗുഡ്. നമ്മൾ നൈസായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് കയറ്റി. ഇവിടെയും കൂടെ നമുക്ക് അങ്ങ് കയറാൻ പറ്റിയാൽ. പക്ഷേ ഈ വണ്ടി കോപ്പിലെ വണ്ടി, ആ വണ്ടി ഇല്ലെങ്കിൽ നൈസായിട്ട് സൈഡിൽ കൂടെ കയറായിരുന്നു. നശിപ്പിച്ച്. കിയ റിയോ പ്ലീസ് അവിടെ പാർക്ക് ചെയ്യല്ലേ, ഞങ്ങളിപ്പോൾ ഉള്ള ബൈക്കുകാർക്ക് പോകണം. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. ലെറ്റ്സ് ഗോ ബോയ്സ്. Here we are. ഇവിടെ പലതരം പാർക്കിങ്ങുണ്ട്. ഇതിൽ ഏതെന്ന് നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഐഡിയ ഇല്ല. ലെറ്റ്സ് ഡു വൺ തിങ്. ഹാൻഡിക്യാപ്പിൻ്റെ ഇപ്പുറത്തിടണോ അല്ലെങ്കിൽ ഇവിടെ ഇടാം. ഫോർ നൗ ലെറ്റ്സ് പാർക്ക് ഇറ്റ് ഹിയർ. അപ്പോൾ ഗൈസ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പണികളെല്ലാം തീർത്തിട്ട് I'll see you guys in a few minutes. A few moments later. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. ഞാൻ ക്ലിപ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലിപ്പ് എടുക്കൽ ഇന്ന് നടന്നില്ല. അപ്പോൾ ആ ഒരു ക്ലിപ്പ് എടുക്കൽ നടന്നില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് തിരിച്ച് വീട്ടിലോട്ട് നേരെ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബിസിനസ് ബേയുടെ കുറച്ചുകൂടെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. എന്നിട്ട് അടുത്ത വ്ളോഗ് നമുക്കിനി ബെയർ 650 വെച്ചിട്ടുള്ള വ്ളോഗായിരിക്കും. നമ്മുടെ ഇനിയുള്ള ഒരേ ഒരു കൺഫ്യൂഷൻ ഇതാണ്, ലൊക്കേഷൻ ഓർമ്മയുണ്ടാവോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പോയി നോക്കാം, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. നൈസായിട്ട് വിൽ ഗോ ദിസ് വേ. അയാളൊരു സൈഡ് തന്നാൽ നമുക്കിത് വഴി പിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബോം. സേഫ്ലി വി ആർ ഹിയർ. ബോം. ഇനി നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഓർമ്മയുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. നേരെ പോയിട്ട് നമുക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റാണ് എടുക്കാനുള്ളത്, അല്ല റൈറ്റാണ് എടുക്കാനുള്ളത്. ഐ തിങ്ക് റൈറ്റ്. ഈ റൈറ്റ് അല്ല, ആ റൈറ്റ് തന്നെ ആയിരിക്കും. ഓ മൈ ഗോഡ്, നമുക്ക് ഈ റൈറ്റ് പിടിക്കണം. നേരെ ചെന്ന് റൈറ്റ് പിടിച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇപ്പോഴും വഴി എങ്ങോട്ടാണെന്നുള്ള എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ പോകുന്നതാണ്, നേരെ പോകുന്നതാണ്. ലെഫ്റ്റ് പോയ ദുബായ് മോൾ, റൈറ്റ് പോയ ആ സൈൽ സ്ട്രീറ്റിലേക്കാണോ നമുക്ക് പോകാനുള്ളത്? അല്ലല്ലോ, എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ മാഗ്, നമ്മൾ അവിടുന്ന് വന്നപ്പോൾ മാഗ് ഏത് സൈഡിലായിരുന്നു? അവിടുന്ന് വന്നപ്പോൾ മാഗ് റൈറ്റ് സൈഡിലായിരുന്നു. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് പോയത്. മറാസി ഡ്രൈവ് പിടിച്ചാൽ ബെസ്റ്റ് വേ എന്താണെന്നറിയോ? ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ക്വിക്ക് ഗ്ലാൻസ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവാ. ഓക്കെ, ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം. സ്ട്രെയിറ്റ് പോയിട്ട് ഇവിടുന്ന് തിരിയാനുള്ളത് നോക്കാം. ട്രാഫിക് ഈസ് സോ ബാഡ്. ഞാൻ ഈ ട്രാഫിക്കിൽ നിന്നൊന്ന് പുറത്തെത്തിയിട്ട് നമുക്ക് കാണാം. ട്രാഫിക് ഒരു രക്ഷയില്ല മക്കളെ, നല്ല ട്രാഫിക്. ഇടയിൽ കൂടെ കയറാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട്, കാരണം വേറെ വഴിയില്ല. ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയൂ, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഒരു നല്ല കാര്യം എന്താ പറയുക, കുറേ വണ്ടികളൊക്കെ, കുറേ കാറുകളൊക്കെ സ്ലോ ആക്കി തരുന്നുണ്ട്, നിർത്തി തരുന്നുണ്ട് ബൈക്കുകൾക്ക് പാസ് ചെയ്യാനോ അതുപോലെ ഇടയിൽ കൂടെ കയറാനൊക്കെ, വിച്ച് ഈസ് എ ഗുഡ് തിങ്. റെസ്പെക്റ്റ്, അതായത് അവർക്ക് റെസ്പെക്റ്റ് അത് ചെയ്തു തരുന്നവർക്ക്. പക്ഷെ ചിലവർക്ക് ഇപ്പോഴും എന്താ പറയുക, അവനൊരു ബൈക്കറല്ലേ എന്നുള്ള ഒരു മൂഡുള്ളവരുണ്ട്. ബിങ്കാട്ടിയുടെ ജേക്കബ് ആൻഡ് കോ ഇവിടെയാണോ ബിൽഡിംഗ് വരുന്നത് അല്ലേ? ഇതല്ലേ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്, ബിങ്കാട്ടി ആൻഡ് ജേക്കബ് ആൻഡ് കോ. ഇയാളെന്ത് ചെയ്യുന്ന മെല്ലെ പോകുന്ന കിയ ഒരു ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് പോവാം. എക്സ്ട്രാ ഇവിടെ ഉണ്ട്, എക്സ്ട്രയുടെ സൈഡിൽ കൂടെ നമ്മൾ മെല്ലെ നൈസായിട്ട് ഇത് പിടിച്ചു. കരീമുണ്ട് ഫ്രണ്ടിൽ. ഇതൊക്കെ ഏതാണ് വണ്ടി? ഗ്രാൻവിയെ, ടൊയോട്ട ഗ്രാൻവിയ. ഈ ഗ്യാപ്പ് നമ്മളെടുത്തു, ഈ ഗ്യാപ്പ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു, കിട്ടി. ആ ഗ്യാപ്പ് നമ്മളെടുത്തു, ഈ ഗ്യാപ്പ് നമ്മളെടുത്തു. ഇവിടെ ഇൻഡിക്കേറ്റർ ഇടുന്നു, ശ്രദ്ധിക്കണം, മുന്നോട്ട് പോകണം. സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം, ഫ്രണ്ടിലത്തെ വണ്ടി ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം.
രണ്ട് മിററിലും നോക്കി ഉറപ്പ് വരുത്തണം ബാക്കിൽ തൊട്ടടുത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ എന്ന്. എപ്പോഴെങ്കിലും നമുക്കൊരു സഡൻ ബ്രേക്ക് പിടിക്കണം എന്ന് വെച്ചാൽ ബാക്കിലുള്ളവൻ കുത്തിത്തിരിക്കാതെ രീതിയിൽ സേഫായിട്ട് പിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ബാക്കിലുള്ളവൻ വന്ന് ഇടിച്ചു എന്ന് നമുക്ക് കംപ്ലയിൻറ്റ് പറയുന്നതിന് പരിധിയുണ്ട്. കാരണം കുറച്ച് നമ്മൾ ബാക്കിൽ തൊട്ടടുത്ത് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ അതനുസരിച്ച് ഗ്യാപ്പ് ഇടണം. എന്നാലേ നമുക്ക് സ്ലോ ചെയ്ത് ബ്രേക്ക് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ടിലും ഗ്യാപ്പില്ല, ബാക്കിലത്തെ ആളും ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ളവൻ വന്നാൽ കയറും. ഞാൻ മാപ്പ് എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചു, ചെറുതായിട്ടൊന്ന് എടുത്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം ഈ റൂട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു മക്കളെ, നമ്മൾ പഠിച്ചിരിക്കുന്നു. നമ്മൾ നേരെ അൽഖേൽ റൂട്ടിൽ കയറുന്നു. ദൂരെ നിങ്ങൾക്ക് ഷെയ്ഖ് സായദ് ദൂരെ നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. പ്ലസ് ദ സ്പെക്ടാക്കുലർ ഡൗൺ ടൗൺ ബിസിനസ് ബേ ഏരിയ. ഒന്നും അവിടെ മറന്നു വെച്ചിട്ടില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഗിറ്റാർ സ്റ്റോൾ അവിടെ ചെന്നിട്ട് എങ്ങാനും വീടിൻ്റെ കീ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന്. പിന്നെ ഞാൻ ഈ വഴി ഒന്നുകൂടെ വരണം. പിന്നെ അത് ഒരു കാരണമായിട്ട് എടുക്കും ഒരു റൈഡ് വരാൻ. നമ്മൾ വൈസർ, നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്നിട്ടിട്ടാണ് ഓടിക്കുന്നത്. വല്ല പ്രാണിയും കണ്ണ് കുത്തി കയറുന്നോ, വേണ്ട, റിസ്ക് എടുക്കണ്ട. ചില ഏരിയയിൽ ഒരു തണുത്ത കാറ്റാണ്, ചിലപ്പോഴേ ഒരു കാറ്റിന് ഒരു വൈക്ലബ്യം തോന്നുള്ളൂ, അല്ലെങ്കിൽ തണുത്ത കാറ്റാണ്. ഇയാൾക്ക് വന്നേ അടങ്ങൂ എന്നുള്ള ഭാഷയിലാണ് വന്നോട്ടെ. റേഞ്ച് റോവർ ഫുള്ളി ബ്ലാക്ക്ഡ്. ഉഫ്, മാഫിയ വണ്ടി. ഓ, ഇവിടെ നല്ല കാറ്റായി. ഈ കുറേയൊക്കെ വണ്ടികളുടെ ചൂടാട്ടോ. നമ്മുടെ എയർ ചൂടില്ലെങ്കിലും നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള വണ്ടികളുടെ ചൂടാണ് നമ്മളോട്ട് അടിക്കുന്നത്. ഓ, ഓപ്പൺ റോഡ്സ് ബേബി, ഓപ്പൺ റോഡ്സ്. ഓപ്പൺ അല്ല, പക്ഷെ എന്നാലും ഒരു റിലാക്സേഷൻ തോന്നുന്നുണ്ട്. ഫ്രണ്ട് കുറേ ലൈനുകളും ഒരു ഫ്രീഡം വന്ന പോലെ ആ ട്രാഫിക്കിൽ നിന്ന് പുറത്ത് ചാടിയപ്പോൾ. നമുക്കൊന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് തന്നിരുന്നെങ്കിൽ. ബാക്കിൽ വണ്ടി കാണുന്നുണ്ട്, എന്നാലും നമ്മളൊന്ന് നോക്കിയേക്കാം. ഓക്കെ, കാരണം ബാക്കിലുള്ള വണ്ടി നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ഒന്ന് അവർ ശ്രദ്ധിച്ചോളും. വേണ്ട, നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എടുക്കണ്ട. പുതിയ റൂള് വന്ന് അറിഞ്ഞില്ലേ ഷാർജയിൽ മെയിൻലി. അതായത് ദുബായിൽ വലിയ പ്രശ്നമില്ല, ദുബായിൽ സ്പീഡ് ലൈനിൽ ഡെലിവറി ബൈക്കുകൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ ഷാർജയിൽ ഒരു വണ്ടിക്കും സ്പീഡ് ലൈനിൽ പോകാൻ പറ്റില്ല, അത്ര ഒരു ബൈക്കിനും. അത് ഒരുമാതിരി പരിപാടിയായി പോയല്ലേ. പക്ഷേ മറ്റേത് സ്പീഡ് ലൈനിൽ അങ്ങനെ പിടിച്ചങ്ങനെ പോയാൽ മതിയെന്ന്. ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത്, അധികം തലവേദനയൊന്നും ഇല്ലാത്ത സമയത്ത്, നേരെ നട്ടപ്പാതിരക്കൊക്കെ റൈഡ് പോകുന്ന സമയത്ത് സ്പീഡ് ലൈന് പിടിച്ച് അങ്ങനെ കത്തിച്ച് വിട്ടാൽ മതി. പക്ഷേ ഇനിയിപ്പോൾ ഷാർജയിൽ ഡെലിവറി ബൈക്കിന് മാത്രമല്ല, ഒരു ബൈക്കിനും ഒരു ടൂ വീലറിനും സ്പീഡ് ലൈന് കയറാൻ പറ്റില്ല. അത് എന്താ തോന്നുന്നു നിങ്ങൾക്ക്? ഓക്കെ, എല്ലാവരും പാർക്കിംഗ് ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ പാർക്കിംഗ് ലൈറ്റ് ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഹാൻഡിൽ ബാറിലോട്ട് നോക്കുക എവിടെ ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ച്. ആ, ഏതത് വണ്ടി? നമ്മുടെ GSXR കിട്ടട്ടെ, അതുപോലെ എന്ന് പറഞ്ഞ് പോകണം നമുക്ക്. റൈഡ് സേഫ് എവ്രി വൺ, റൈഡ് സേഫ്. അവനവൻ്റെ ശ്രദ്ധ മാക്സിമം ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. ഇൻസ്റ്റഗ്രാം റീലിലും അതും ഇതും കണ്ടിട്ട് വെറുതെ കണ്ണന്തിരിവ് കാണിക്കാൻ നിൽക്കണ്ട. എന്തെല്ലാമാണല്ലേ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കാണുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തെല്ലാം അത് മോഡിഫിക്കേഷൻസ് ഒക്കെ, എന്തൊക്കെ ടൈപ്പ് മോഡിഫിക്കേഷൻസ് വണ്ടി ചെയ്ത് കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഒരു റൈഡർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാഷ്, ഒരു ബൈക്കിൽ ഏറ്റവും ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടത് പെട്രോളാണ്, എക്സ്പീരിയൻസസിന്. അല്ലാതെ നമ്മളിത് കണ്ടമാനം കാശ് എല്ലാത്തിനും കൂടെ കൊണ്ട് കളയല്ല, എല്ലായിടത്തും ഓരോ പാഷനാണ്. പക്ഷെ എന്നാലും ഓടിക്കാതെ ഷോക്കേസിൽ വെക്കാനാണെങ്കിൽ എന്ത് കാര്യം. ഓ, ഇതേതാ വണ്ടി? വൈഡ് ബോഡി ആക്കി എന്ത് രസം വണ്ടിയാണ്. ഇതേതാ വണ്ടി? റാപ്റ്ററിൻ്റെ സ്റ്റിക്കറോ? ഇതേതാ വണ്ടി? വെയിറ്റ്, ഇതേതാ ആശാന വണ്ടി? ഓ, ബ്രോങ്കോ റാപ്റ്റർ. ഓഹോ, വണ്ടി മൂടാണല്ലേ. അതിൻ്റെ വീതി നോക്കിയേ, വിരിഞ്ഞിരിക്കും നോക്കിയേ. ഓ, നമ്പറും 11222. ഷേ, ബ്രോങ്കോ റാപ്റ്ററാണ്. എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മുടെ ഈ ട്രാഫിക്കിൻ്റെ ഇത് കഴിഞ്ഞ ഹൈവേക്ക് കയറാറായിട്ടുണ്ട്. അതെ. ആഫ്രിക്കട്ടൻ്റെ മൈലേജ് എത്രയെന്ന് ചോദിച്ചവർക്ക്, ഇത് അത് അക്യുറേറ്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുക നമ്മളെ റൈഡിങ് കണ്ടീഷൻ വെച്ച്. ഇപ്പോൾ കാണിക്കുന്ന ഏകദേശം 13.9 km/ലിറ്റർ. സ്ലോലി പോയപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ കാണിച്ച് 22 km/ലിറ്റർ. ഇത് ഏതാണ്?
നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രാവശ്യം റൈഡ് ചെയ്തിട്ട് ഹൈവേ കൂടെ പിടിച്ചിട്ട് നോക്കണം എത്ര കണ്ട്. ഇപ്പോൾ 33 km/l. അടിപൊളി. ടാങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വണ്ടി അത്, ടാങ്കിൻ്റെ ജീപ്പ്. എത്രത്തോളം ചൈനീസ് വണ്ടികളാണ്. 4WD 4 വീൽ ഡ്രൈവ് ഒക്കെ. വണ്ടികളൊക്കെ ഫീച്ചേഴ്സൊക്കെ നൈസാണ്. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. എത്ര കാലം ഇതുപോലെ വണ്ടി ഓടും എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ ഈ ഫീച്ചേഴ്സ് എല്ലാം. വണ്ടി സ്ലോ ആകുമ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ ഫോഗ് വരുന്നുണ്ട്. കം ഓൺ, ലെറ്റ്സ് ഗോ ഗൈസ്, പ്ലീസ് മൂവ്. നിസാൻ മാഗ്നൈറ്റ്. ചിലവർ ഗ്യാപ്പ് വരുന്നുണ്ട്, ചിലവർക്ക് ഗ്യാപ്പ് വരാൻ താല്പര്യമില്ല. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് എത്തണ്ടേ. ഈ സൈഡ് പിടിച്ച് അവിടെ നിന്ന് അങ്ങ് കയറിയാലോ. ബ്രേക്ക് ചെയ്തു പൊളിച്ച്. സൈഡിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഫ്രണ്ട് കൊണ്ട് തട്ടും. അതാണ് പിന്നെ ഞാൻ സൈഡിലേക്ക് നോക്കാതെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ബസ് വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങ് പിടിക്കാം. ലെറ്റ്സ് ഗോ. ബസ് ചേട്ടാ, ഞാനൊന്ന് അങ്ങോട്ട് പ്ലീസ്. താങ്ക് യു. ഒരേ ഒരു പ്രാർത്ഥന, ഇതിൽ CIDs പോലീസും ഒന്നും ഉണ്ടാവരുതേ എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഹെൽമെറ്റ് ഫോഗി ആവാൻ തുടങ്ങിയല്ലോ. നമുക്കിത് കുറച്ച് ഇതും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലോട്ട് കയറാം. അതാകുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. ഇത് അടുത്ത റേഞ്ച് റോവർ ബ്ലാക്കി. മാറി തരൂ പ്ലീസ്. ഒരു ഗ്യാപ്പ് കിട്ടി ആരും ശല്യം ചെയ്യാതെ ഞാനങ്ങ് പൊക്കോളാം. ഒന്ന് അടുത്ത റേഞ്ച് റോവർ സൈഡിൽ. അതല്ല, മറ്റേ റേഞ്ച് റോവർ അല്ലേ അത്, നമ്മുടെ ഫ്രണ്ടിൽ പോയേ. ഇതിൻ്റെ ഗ്യാപ്പിലിട്ടാൽ എനിക്ക് ഈ റീകവറി വണ്ടിയെ വലിയ വിശ്വാസമില്ല. അതാ എപ്പോഴാണ് ഇയാൾ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. അത് ഒരു സൈഡിൽ ബസ്, ഒരു സൈഡിൽ റീകവറി. അത് നടക്കില്ല. അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ഇവിടെ ഒരു തീരുമാനത്തിൽ എത്രയായി? ഓക്കെ, സോറി, താങ്ക് യു. ഞാൻ മിക്കവാറും റൈറ്റ് എടുക്കും. യെസ്, സോറി ഗൈസ്, ഐ ഹാഡ് ടു സോറി. വേറെ വഴിയില്ലായിരുന്നു. I am this sorry, Aliya. I am this sorry, Aliya. Oh, finally നമ്മളിത് ഹൈവേ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇനി ഇപ്പോൾ തിരക്കില്ല. ഇനി എല്ലാ തിരക്കുകളും മറ്റേ സൈഡിലോട്ടാണ്, ഷാർജ സൈഡിലോട്ടാണ്. അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. ഒരു അങ്ങ് വെച്ച് പിടിച്ചാലോ. ഓക്കെ, നമ്മുടെ പാർക്കിങ്ങിലൊരു ബംഗാളി ബായ് ഉണ്ട്. അങ്ങേരെ അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യും. പാർക്കിങ്ങിൻ്റെ താഴെ പാർക്കിങ്ങിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യും പൈപ്പ് അടിച്ചിട്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ബൈക്കിലൊന്ന് വെള്ളമടിക്കും. അതാണ് ബൈക്ക് ഇപ്പോൾ ഈടായിട്ട് അത്യാവശ്യം വൃത്തിയുള്ളത്. അപ്പോൾ കുറേ വ്ളോഗ് മുന്നേ ഒക്കെ കണ്ടവർക്കറിയാം നമ്മളെ ബൈക്ക് യൂസ് ടു ബി വെരി ഡേർട്ടി. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റിൻ്റെ കൂമ്പാരായിരുന്നു നമ്മളെ വണ്ടി. ഷീഡായിട്ട് കുറച്ച് വൃത്തി വെടിപ്പൊക്കെ കാണുന്നതിന് കാരണം അതാണ്. അല്ലാതെ ഞാൻ കഴുകാൻ കൊണ്ടുപോയിട്ടില്ല. ഒരു പ്രോപ്പർ വാഷ് വേണം. എന്തായാലും നമ്മളിപ്പോൾ ഈ ആഴ്ച ബെയർ 650 എടുക്കുമല്ലോ. അത് തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ നല്ലൊരു വാഷ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ആ കുഞ്ഞു ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡേർട്ടി ആവാനുള്ള ചാൻസ് എല്ലാം കഴിയും. ആശാനേ, ബാക്കത്തെ കാറെന്ത് സൈഡ് പിടിച്ച് വരുന്നു. അങ്ങേർക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാൻ മുട്ടി നിൽക്കുവാണോ അതോ അങ്ങേര് വൈഡായിട്ട് പിടിച്ചതാണോ? കാരണം സാധാരണ ആളുകൾ സൈഡ് പിടിച്ച് വരുന്നതാണ്. എനിക്ക് ഓവർടേക്ക് ചെയ്യണം, നീ മാറിത്താ എന്നുള്ളൊരു ഇതാണ്. സൈഡിലേക്ക് നോക്കുമ്പോഴും എപ്പോഴും സൈഡിലേക്ക് പെട്ടെന്ന് ഗ്ലാൻസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ വണ്ടി കൂടെ ഒന്ന് ഗേജ് ചെയ്യുക. കാരണം നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന കറക്റ്റ് സമയത്താവും ഫ്രണ്ടിലത്തെ വണ്ടി ബ്രേക്ക് ചെയ്യുക. മൂക്കും കുത്തി നേരെ ഫ്രണ്ടിലത്തെ ബാക്കിൽ പോകണ്ടെങ്കിൽ കയറ്റും. ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കാം. കാരണം സ്ലോയിൽ ഗ്ലാസ് അടച്ച് ഓടിക്കുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. നോ 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 നോ. ഓ, അങ്ങേരും ഓഫ് റോഡാവുമെന്ന് ആ വണ്ടി കൊണ്ട്. വെയിറ്റ്, ഇതാണ് ആ പോകുന്ന വഴിയല്ലേ? അയ്യോ ഷെടാ, നമുക്ക് ആ വഴി പിടിച്ചാൽ മതിയിരുന്നില്ലേ? കിട്ടിപ്പോയി. അതാണപ്പോൾ വഴി. നമുക്ക് അങ്ങേര് പോകുന്നത് ആ ഓഫ് റോഡ് ഒരു ദിവസം പിടിക്കണം. എടാ ഭയങ്കര. അയാളാ 150cc നോർമൽ വണ്ടിയും കൊണ്ടാണ് അങ്ങനെ പോയതെന്ന് ആലോചിക്കണം. നമ്മളൊരു ആജാനബാഹു ആഫ്രിക്കട്ടൻ ഉണ്ടായിട്ടും നമ്മളാ വഴിക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഗൈസ്, അതായത് ഇന്നത്തെ ഒരു മിനി റൈഡ്. ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ബിസിനസ് വേയിലൊക്കെ ഒന്ന് പോയി ഒരു ചെറിയ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി അടുത്തത് മിക്കവാറും നമ്മളെ സൺഡേത്തെ ബെയർ 650 ആയിട്ട് നമ്മുടെ വിഷ്ണു ബ്രോയുടെ കൂടെ
ഷാർജയിലൊരു ഏരിയ ഉണ്ട്, അവിടെ പോകണം. ഒരു മൈൽഡ് ഓഫ് റോഡാണ്, ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡൊന്നുമല്ല. അപ്പോൾ അതും കവർ ചെയ്ത് നമുക്ക് അടുത്ത വ്ളോഗ് നൈസായിരിക്കും. അടുത്ത വ്ളോഗ് നോക്കട്ടെ, ചിലപ്പോൾ ഒരു പാർട്ടാണോ 2 പാർട്ടാണോ. അത് വിഷ്ണു ബ്രോ പറയുന്നുണ്ട് ഒരു ലോങ് റൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്കാണെങ്കിൽ സൺഡേ എനിക്കറിയില്ല, ഇപ്പോൾ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൺഡേ ആണെങ്കിൽ ഫുൾ ഡേ എനിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം. അങ്ങനെയാണ് സൺഡേ ഫുൾ ഡേ ഉണ്ടായിരുന്നതിൻ്റെ പൊളിച്ചേനെ. ഒരു ലോങ് റൈഡ് പോയി കോർഫക്കാനും റാസർക്കാനുമൊക്കെ കറങ്ങി പോരായിരുന്നു. എന്തായാലും നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇന്നിങ്ങനെ ആലോചിച്ചതെന്ന് വെച്ചാൽ സാറ്റർഡേ നൈറ്റ് വണ്ടി എടുക്കണം എന്തായാലും ഷോറൂമിന്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് തന്നെ അങ്ങ് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. പക്ഷെ സാറ്റർഡേ നൈറ്റ് ആ റൂട്ടൊന്ന് നോക്കാം എങ്ങനെ നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Cheerio.